ഇക്വേഷൻ ബുക്ക് എല്ലാവരും ഉണ്ടാക്കിയെന്ന് കരുതുന്നു. ഇക്വേഷൻ ബുക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര യൂസ്ഫുൾ ആണ്. നിങ്ങളുടെ ലാസ്റ്റ് എക്സാമിൻ്റെ സമയത്തോട്ടൊക്കെ അടുക്കുന്ന സമയത്ത് ഈ ഫിസിക്സിലെയും ഫിസിക്കൽ കെമിസ്ട്രിയിലൊക്കെ ഇഷ്ടംപോലെ ഇക്വേഷൻസ് ഉണ്ട്. ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാനൊക്കെ ചാൻസ് ഉണ്ട്. ഒരു വേരിയബിൾ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കോ മാറിപ്പോയാൽ മതി, മൊത്തം നമ്മുടെ ആൻസറേ തെറ്റും. അപ്പോൾ ഇക്വേഷൻസ് ഭയങ്കര തറവായിട്ടിരിക്കണം. അപ്പോൾ എല്ലാവരും ഫിസിക്സിലെയും ഫിസിക്കൽ കെമിസ്ട്രിയിലെയും ഓരോ ചാപ്റ്ററിലെയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻസ് ഒക്കെ എഴുതി വെച്ചുകൊണ്ട് ഒരു കുഞ്ഞ് ഇക്വേഷൻ ബുക്ക് ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് കരുതുന്നു. ഇഫ് നിങ്ങൾ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഇപ്പം നിങ്ങൾ ഈ മൊഡ്യൂൾ എക്സാം ഒക്കെ തുടങ്ങി ഫുൾ ടോപ്പിക് മോഡൽ എക്സാംസ് ഒക്കെ തുടങ്ങുന്ന ആ ഒരു സമയമില്ലേ, അതിൻ്റെ ആദ്യ സമയത്ത് തന്നെ ഉണ്ടാക്കാൻ നോക്കുക കേട്ടോ. ഞാനും ഇതുപോലെ ഈ ഒരു സമയത്ത് മീൻസ് ആദ്യമൊന്നും ഉണ്ടാക്കിയിരുന്നില്ല, ലാസ്റ്റിലോട്ട് എക്സാം ഈ ഫുൾ ടോപ്പിക് മോഡൽ എക്സാംസ് ഒക്കെ തുടങ്ങിയ സമയത്താണ് ഇക്വേഷൻ ബുക്ക് ഉണ്ടാക്കിയത്. ഓക്കെ, ഇക്വേഷൻ ബുക്ക് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നിങ്ങൾ ഡെയിലി ഒരു ഇന്ന സമയം, ഞാൻ യൂഷ്വലി മോർണിംഗ് ഒരു 8 o'clock സമയത്തൊക്കെ ആയിരുന്നു ഇക്വേഷൻ ബുക്ക് വായിക്കാറ്. മീൻസ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് വെറുതെ റെസ്റ്റ് എടുക്കുന്ന സമയത്തായിരുന്നു വായിക്കാറുണ്ടായിരുന്നത്. നിങ്ങളൊരു പെർട്ടിക്കുലർ ടൈം എന്നും അലോക്കേറ്റ് ചെയ്യുക. നമുക്കറിയാം ഡെയിലി നമുക്ക് എല്ലാ ഇക്വേഷൻസൊന്നും വായിച്ചു പോകാൻ പറ്റില്ല. ഒരു 2 or 3 ചാപ്റ്ററിലെ ഇക്വേഷൻസ് ഡെയിലി വായിച്ചു പോവുക. സ്വയം പറയാൻ വേണ്ടി നോക്കുക. ഇങ്ങനെ വായിക്കുന്നതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് ആ ഇക്വേഷൻ സ്വയം ഓർത്ത് പറയാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. അങ്ങനെ നീറ്റ് എക്സാമിൻ്റെ ഒരു 2-3 ദിവസം മുന്നേ വരെ ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോയിക്കോളൂ. കാരണം ലാസ്റ്റിൽ നമുക്ക് എക്സാമിൻ്റെ സമയത്ത് എല്ലാം അറിയായിരിക്കും, ചെയ്യേണ്ട മെത്തേഡ് കാര്യങ്ങളൊക്കെ അറിയായിരിക്കും. ആ ഒരു ഇക്വേഷൻ ആയിരിക്കും ചിലപ്പോൾ, ആ ഇക്വേഷനിലൊരു ഒറ്റൊരു വേരിയബിൾ ആയിരിക്കും നിങ്ങൾ മറന്നു പോകുന്നത്. അവിടെ എന്തായിരുന്നു, അവിടെ ആക്സലറേഷൻ ആയിരുന്നോ വെലോസിറ്റി ആയിരുന്നോ, അങ്ങനെ നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവാണ്ടിരിക്കാനാണ് ഇപ്പോൾ ഇക്വേഷൻ ബുക്ക് ഡെയിലി വായിച്ച് തറോ ആക്കാൻ പറയുന്നത്. This will help you a lot.